ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം. ഒരു വിധവ തനിക്ക് നീതി നൽകണം എന്ന് ന്യായാധിപനോട് നിരന്തരം ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. ആ ന്യായാധിപൻ അവഗണിച്ചിട്ടും അവൾ നിർത്തുന്നില്ല. തൻ്റെ വാദം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1, സ്ഥിരോത്സാഹം ഫലം നൽകുന്നു. വിധവ തനിക്ക് നീതി ലഭിക്കുന്നതുവരെ യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. 2, പ്രാർത്ഥനയിൽ തുടരുക. പ്രാർത്ഥനയിൽ ഒരിക്കലും തളരാതിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതിനായിട്ട് യേശു ഈ ഉപമ ഉപയോഗിക്കുന്നു. 3, ദൈവം നീതിമാനാണ്. അന്യായമായ ഒരു ന്യായാധിപൻ അവനോട് നിരന്തരമായിട്ട് അപേക്ഷിക്കുന്നതിന് ശേഷം അവൻ ആ വിധവയെ ചെവിക്കൊള്ളുന്നത് പോലെ സ്നേഹമുള്ളവനും നീതിമാനുമായ ദൈവം തീർച്ചയായിട്ടും തൻ്റെ ജനത്തിന് ഉത്തരം നൽകും. ഈ നോമ്പ് കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ഒരിക്കലും കൈവിടാത്ത ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. അപ്രകാരമുള്ള ഒരു വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കും.